ഷാനവാസിന്റെ കൈ മുറിഞ്ഞു. അനീഷിന്റെ തലയ്ക്കും കണ്ണിനുമൊക്കെ നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. മാന്തല് കിട്ടിയിട്ടുണ്ട്. നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ അവിടെ ഉണ്ടായി. എന്ന് വെച്ചാൽ ഇത്രയ്ക്ക് വിവരമില്ലാത്ത കഴുപ്പണം കെട്ട കുറേ എണ്ണം ആയിപ്പോയല്ലോ അതിനകത്ത് പോയതെന്നുള്ളതാണ്. ഒരു ഗെയിം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ആ ഒരു ഗെയിം സ്പിരിറ്റിൽ മനസ്സിലാക്കി, വായിച്ച് മനസ്സിലാക്കി, ഇതെന്ത് കിട്ടിയാലും മറ്റേ രാക്ഷസന്മാർ ചാടി ഇറങ്ങണ പോലെ കുറേ എണ്ണം അങ്ങോട്ട് ഇറങ്ങും എന്നും പറഞ്ഞുകൊണ്ട്. എന്തുവാടേ ഇത്? കണ്ട് 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 മടുത്തു. ഒരു മര്യാദ വേണ്ടേ? ഇത്രയും അഗ്രസീവ് ആവേണ്ട കാര്യമില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക്കാണ്. ഒക്കെ ശരിയാണ്. പക്ഷെ തല എന്ന് പറയുന്ന ഒരു സാധനം, ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിക്കണ്ടേ? അല്ലേ? ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടേ? ഇത് എന്തോന്നാണിത്? അനീഷിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല പരിക്ക്. ഷാനവാസ് മറ്റുള്ളവരെ നിന്ന് പിടിച്ചു പറിക്കാൻ പോയിട്ടാണ്. ഷാനവാസിനും കിട്ടി. പിന്നെ ഡിഫെൻഡ് ചെയ്യാനും നോക്കി രേണുവിനെ. അതിൻ്റെ ഇടയിൽ ഷാനവാസിനും കയ്യിലൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ട്. രേണു സുധീനെ തൂക്കിയെടുത്തുകൊണ്ട് ഇട്ടൊക്കെയാണ് മെഡിക്കൽ റൂമിൽ. കഷ്ടമാണ് കേട്ടോ. നല്ല കണ്ടസ്റ്റൻസ് ആണ്. പക്ഷെ തലച്ചോറിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു മറ്റേ പിണ്ണാക്കാണെന്ന് തോന്നുന്നു. ചിന്തിക്കുന്നില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇവരുടെ വിചാരം അങ്ങ് ചാടി ഇറങ്ങി അങ്ങ് പോകണമെന്നാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ട 2-3 പേരുണ്ട് കേട്ടോ. നൂറ ഭയങ്കര ഭയങ്കര നന്നായിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. കാരണം അനീഷിന് വയ്യാന്ന് മനസ്സിലാക്കിയ ഒരാൾ, ആദ്യം മനസ്സിലാക്കിയ ആൾ നൂറയാണ്. അതുപോലെ തന്നെ ആദില, പിന്നെ നമ്മുടെ ശൈത്യ, ഇവരെല്ലാവരും കേട്ടോ. സ്ത്രീ മത്സരാർത്ഥികളിൽ 3-4 പേര് കുറച്ച് മനുഷ്യത്വമുണ്ട്. അതുപോലെ അപ്പാനിയും അനീഷിന് വയ്യെന്ന് മനസ്സിലായപ്പോൾ മര്യാദയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട് പോയി. അപ്പാനി അനീഷൊക്കെ ഒരു ടീമാണ്. എന്തായാലും അനീഷ് ഒട്ടും വയ്യാതെ അവിടെ കിടക്കുകയാണ് ഞാൻ ഈ ലൈവ് ചെയ്യുമ്പോൾ. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.